എടുക്കണ്ടേ നമ്മളിപ്പോ പോകുന്നത് ബാംബു ട്രക്കിലേക്കാണ് കേട്ടോ. ബാംബു ട്രക്ക് പൊരിച്ചിട്ട് വരാം. അല്ലല്ലോ എവിടെയാണ് ട്രിവാൻഡ്രം? എല്ലാരും പല ഡെസ്റ്റിനേഷൻ സ്ട്രേഞ്ചേഴ്സിന്റെ ഗ്രൂപ്പാണ്. ഓക്കെ. ഓ എന്റെ മോനെ, ഇതാണല്ലേ ടാസ്ക്. ഹായ് ഗൈസ്, നമ്മുടെ മേഖലയിലെ അടുത്ത ദിവസമാണ്. അപ്പം ഇന്നും നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. ഇപ്പോൾ രാവിലെ എണീറ്റ് വരുന്നേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് പോകേണ്ടത് രണ്ട് സ്ഥലത്താണ്. സെവൻ സിസ്റ്റർ വാട്ടർഫാളും ബാംബു ട്രക്കിങ്ങുമാണ് പോകേണ്ടത്. ബാംബു ട്രക്കിങ് നമ്മൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് പോയ അത്ര ഹെവി ട്രക്കിംഗ് അല്ല, എന്നാലും അതിൻ്റെ ഒരു മുക്കാലും ഉണ്ടെന്ന് തോന്നുന്നു. അത്ര ഉണ്ട്. അത്യാവശ്യം അടിപൊളി ട്രക്കിങ്ങാണത്. കാലൊക്കെ ഇപ്പം തന്നെ എല്ലാ ദിവസവും നടന്ന് കാലൊക്കെ ഉപ്പാട് ഇളകി. ഓക്കെ, അപ്പോൾ നമ്മുടെ പറയുന്നില്ല നേരത്തെ തന്നെ അതിൻ്റെ സംഭവങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എവിടെയാടാ? ഇതിന് മേളില. അങ്ങനെ നമ്മൾ സെവൻ സിസ്റ്റർ വാട്ടർഫാളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഫുള്ള് കോടയാണ് കേട്ടോ, ഒന്നും കാണത്തില്ല. എന്നാലും നമ്മൾ കോട മാറുമെന്നറിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നമുക്ക് 11 മണിക്ക് ഉള്ളിൽ ഇവിടുത്തെ ഒരു റോഡ് കടക്കണം, അല്ലെങ്കിൽ അത് ക്ലോസ് ആകും. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയം വരെ നിന്ന് നോക്കാം. എന്തായാലും മാറും തോന്നുന്നില്ല, ഫുള്ള് മഞ്ഞാണ്. ഒന്നും കാണാൻ മേലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. എല്ലാവരും ഇനി തിരിച്ച് വണ്ടിയിൽ കയറുക. നമ്മളൊരു 10 മിനിറ്റ് അവിടെ നിന്നുള്ളൂ. ഫുള്ള് മഞ്ഞാണ്, ഒന്നും ഇറങ്ങുന്നില്ല, മഞ്ഞ് മാറുന്നേ ഇല്ല, ഭയങ്കര മഞ്ഞാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകണം. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. നമ്മുടെ ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നൊരു വഴിയാണ്. ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള റോഡാണ്. അപ്പം ഇവിടെ എപ്പോഴും 11 മണിയാകുമ്പോഴത്തേക്കും റോഡ് ക്ലോസ് ചെയ്യും. പിന്നെ റോഡ് ഓപ്പൺ ആക്കുന്നത് വൈകിട്ടാണ്. അപ്പം അതിന് മുമ്പ് നമുക്കിവിടെ ഇറങ്ങണം. അങ്ങനെ നമ്മൾ ബാംബു ട്രക്ക് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ കേട്ടോ. ഏഷ്യയിലെ വൺ ഓഫ് ദ സ്കെയറിയസ്റ്റ് ട്രക്കാണിത്. ഇത് നമ്മുടെ കിഷൻ ഗൈഡ്. നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് എക്സ്പീരിയൻസ് നോക്കാം കേട്ടോ. അത്യാവശ്യം അടിപൊളിയാണോ അതോ പേടിയാവുമോ എന്ന് നോക്കാം. എടുക്കണ്ടേ? നമ്മളിപ്പോ പോകുന്നത് ബാംബു ട്രക്കിലേക്കാണ് കേട്ടോ. ബാംബു ട്രക്ക് പൊരിച്ചിട്ട് വരാം. നമ്മുടെ ഗൈഡാണ് ആഷിഖ്. ആഷിഖ് എന്തെങ്കിലും പറയണോ? പറഞ്ഞു തള്ളണ്ട, നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ശിവമൂലിയാണ്. ശിവം വലിച്ച ശിവമൂലി, നമ്മൾ വെച്ച കഞ്ചാവ്. നമ്മൾ കഞ്ചാവടിക്കാരനായി. ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാഷ്റൂം സംഭവങ്ങളൊക്കെ ഉണ്ട്. എടാ, ബാംബു ട്രക്കിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞേ നീ. ബാംബു ട്രക്ക് ഏഷ്യയിലെ വൺ ഓഫ് ദി സ്കെയറിയസ്റ്റ് ട്രക്കാണ്. വലിയ സ്പീക്കറൊക്കെ മേടിക്കുന്ന നമ്മള്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത്ര വലിയ സ്കെയറിയസ്റ്റ് ഒന്നല്ല, പക്ഷെ എന്നാലും ചെറിയ രീതിക്കുണ്ട്. ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ ട്രക്ക് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഫുള്ള് സ്റ്റീപ്പാണ്, മെയിൻലി സ്റ്റീപ്പാണ്. ഫുള്ള് സ്റ്റെപ്പ് ആയിട്ട്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ പാറയുടെ സൈഡിൽ കൂടെ ഒരു ബാമ്പു കെട്ടിയിട്ട് ഉണ്ടാക്കിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റൂല. കാരണം അത് ഇതൊന്നാമത് ഭയങ്കര ഡീപ്പ് പോയിട്ട് അതിനുശേഷം പിന്നെ മുകളിലേക്ക് വരണം. എന്ന് വെച്ചാൽ അത്യാവശ്യം ദൂരം ഉണ്ട്. നമ്മളിവിടുന്ന് അത്യാവശ്യം അടിക്ക് ഇറങ്ങി ഒരു റിവറൊക്കെ ക്രോസ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്നാണ് ബാംബൂസ് ട്രക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ നമ്മൾ കാട്ടിത്തരാം. 4 to 5 hours എന്തായാലും എടുക്കും. പിന്നെ ഈ ഗേൾസ് ഒക്കെ ഉള്ളതല്ലേ, പോകുമ്പോൾ നമ്മൾ വേസ്റ്റ് ഇടാതെ പരമാവധി പോവുക. എന്ത് കാരണം വെച്ചാൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു വേസ്റ്റ് പോകരുത്. കുപ്പിയാണെങ്കിൽ പോലും നിങ്ങൾ ഇതേപോലെ വേസ്റ്റ് ബാസ്കറ്റ്സ് ഓൾ ഓവർ ട്രക്കിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ആ കുപ്പിയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഇടണം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിന്നത് ടൈം എടുത്ത് കയറിയാൽ മതി. കാരണം നമ്മൾ ഇത്ര 2 ദിവസമായിട്ട് നമ്മൾ ട്രക്ക് ചെയ്യുന്നുണ്ട്. നല്ല കാലുവേദനയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ട്രക്ക് എന്ന് പറയുന്നതില്ലേ, ബാംബു ട്രക്കാണ്. ഇത് വലിയ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തതിന് ശേഷം കിട്ടിയ സംഭവം ഒന്നല്ല. ഇവിടുത്തെ വില്ലേജേഴ്സ് ഇവർക്കൊരു ഇൻകമിന് വേണ്ടിയിട്ട്, ഇവരൊരു കമ്മ്യൂണിറ്റി വളർത്താൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയൊരു ബാംബു ട്രക്കാണ്. ടോട്ടലി ഫുള്ള് കമ്പി വെച്ചടിച്ചിട്ടും ഫുള്ളായിട്ട് സേഫ്റ്റി കാര്യങ്ങളൊന്നും മാക്സിമം ഇല്ല, പക്ഷെ കുറവാണ്. പക്ഷെ നല്ലപോലെ ഉണ്ട് താനും. ഓക്കെ. പിന്നെ എല്ലാവർക്കും ടൈം എടുത്ത് മെല്ലെ ഉന്താണ്ട് കയറി പോവാ. ഓക്കെ. അവിടെ ബ്രിഡ്ജസ് ഉണ്ടാവും, ബാംബുവിന്റെ ബ്രിഡ്ജസ് ഉണ്ടാവും. അറ്റ് എ ടൈം 4 people കയറാൻ പാടുള്ളൂ. അതിനും കൂടുതൽ ആൾക്കാർ പോവാൻ പാടില്ല കേട്ടോ. ഓക്കെ. അത് ക്രോസ് ചെയ്യുമ്പോൾ 4 people ക്രോസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഓപ്പോസിറ്റിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിന്ന് ടൈം കൊടുത്തിട്ട് ക്രോസ് ചെയ്താൽ മതി. സ്റ്റെപ്സ് നമ്മൾ കയറാൻ നിൽക്കുകയാണ്, ഓപ്പോസിറ്റിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്.
നമ്മളും ധൃതി വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അവരൊപ്പം നമ്മുടെ അടിക്ക് വരും, വീണ് പോയി കഴിഞ്ഞാൽ. ഓക്കെ, ഭയങ്കര ഈസി ട്രക്കാണ്, അത്ര വലിയ ടൈമൊന്നും എടുക്കൂല നമ്മൾ ട്രക്ക് ചെയ്ത് കഴിപ്പിക്കാൻ. പിന്നെ ഓൾ ഓവർ ട്രക്കിൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടും കഴിക്കാൻ. നിങ്ങൾക്ക് കഴിക്കാൻ പൈനാപ്പിൾസ്, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ, നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇവിടുന്ന്. 3 കിലോമീറ്റർ അങ്ങോട്ടും 3 കിലോമീറ്റർ ഇങ്ങോട്ടും, അങ്ങനെ 6 കിലോമീറ്റർ 4 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞേ. നമുക്കറിയാം നമുക്ക് എത്ര നേരം കൊണ്ട് ട്രക്ക് ചെയ്ത് വരാൻ പറ്റുമെന്ന് നോക്കാം. നല്ല ഭംഗിയാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ. പക്ഷെ മേളിലോട്ട് പോകുമ്പം എനിക്കൊരു കൈ മുളയിലൊക്കെ പിടിക്കണമല്ലോ, അതുകൊണ്ട് വീഡിയോ ഒക്കെ കറക്റ്റ് നേരെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേരെ. പക്ഷെ ഇതുണ്ട് ഫുള്ള് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം വേറെ സൗണ്ടൊക്കെ കേൾക്കാം വെള്ളത്തിൻ്റെ ഒക്കെ. പിന്നെ അതെ കഴിഞ്ഞ ദിവസം കേട്ട പോലെ സെയിം ആ ഒരു ചീവീടില്ലേ വേറെ, അതിൻ്റെ സൗണ്ട് കേൾക്കാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം വെള്ളയ്ക്ക് പോകാൻ. ഇതാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടോ. നമ്മുടെ പിന്നെ പാക്കേജാണ്ട് ഇവർ ഓൾറെഡി നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് സ്റ്റെപ്പ് കുറച്ച് നടന്നിട്ട് വേണം അവിടെ എത്താൻ. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കണ്ടപ്പം ഇപ്പോൾ സ്റ്റെപ്പ് കാണുമ്പോൾ പേടിയാണ്. കുറേ പ്രാവശ്യം നടന്ന് ഇങ്ങനെ തന്നെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇത്ര ദൂരം നടക്കാനുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നേരെ അടുത്ത് ബാംബു ട്രക്കാണ്, കയറിയാൽ മതി എന്നാണ് വിചാരിച്ചു. പക്ഷേ കുറച്ചൊക്കെ നടന്നിട്ട് വേണം നമ്മൾ ബാംബു ട്രക്കിലോട്ട് പോകാനേ. ഞാൻ ഫുൾ വഴി കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തന്നെ ബോറാവുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. നമ്മളെ നടത്തം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു വെള്ളച്ചാട്ടം പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ വെള്ളച്ചാട്ടമല്ല, ഒരു അരുവിയോ പുഴയോ എന്തോ പോകുന്നുണ്ട്. നമ്മളിതുവരെ ട്രക്കിങ്ങിൻ്റെ ട്രക്കിങ്ങിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടില്ല. ഈ വെള്ളം ഇത് ക്രോസ് ചെയ്ത് പോകണമെന്നാണ് തോന്നുന്നത് കേട്ടോ. പുഴയാണ് കേട്ടോ. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്, വായിച്ചു നോക്കാൻ സമയമില്ല, നിങ്ങൾ പയ്യെ വായിച്ചാൽ മതി. ഇതിലിവിടെ ഒരു ബാംബുവിൻ്റെ ബ്രിഡ്ജാണ്, ചെറിയ ഇതെണ്ണം. പോകേണ്ട ഇതിലാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇതിൽ അവിടെ ബ്രിഡ്ജ് കവർ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ബ്രിഡ്ജില്ല. അപ്പോൾ നമ്മളിങ്ങോട്ട് പോകും. ഓക്കെ, നോക്കാം. ഇത് നമ്മുടെ ഒരു ചെറിയ മുള കൊണ്ടുള്ള ബ്രിഡ്ജാട്ടോ. മറ്റേതിൻ്റെ തുടക്കം ഇങ്ങനെയല്ല കേട്ടോ, അത് ഇതിലും ഇച്ചിടെ കണ്ടോ. ഇത് പക്ഷേ നല്ല സ്ട്രോങ് ആണ് ബാംബു. ഇങ്ങനെയൊക്കെ പൊട്ടിയിരുന്നാലും നല്ല സ്ട്രോങ് ആണ്. നമ്മൾ ഇവിടെ നേരത്തെ പാലം ഉണ്ടായിരുന്നു തോന്നുന്നു. അവിടെ ചെറിയ പാലം ഉണ്ട് കേട്ടോ. ഇത് താഴെ ഇറങ്ങിയിട്ട് കാണിക്കാം. ഇവിടെ തൂക്കുപാലത്തിൻ്റെ ഒരു സപ്പോർട്ടിനുള്ള തൂണങ്ങാണ്ടാണത്. ഇപ്പോൾ പോയി കിടക്കുക. അപ്പറേ വേറെ ഒരു പാലം കൂടെ ഉണ്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി. നമ്മളാ പാലം ക്രോസ് ചെയ്ത് പിന്നെ നടക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ പാലം കേട്ടോ. നല്ല തൂക്കുപാലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡബിൾ ടച്ചർ ചെയ്തപ്പം ഈ സെയിം ഇത് കൂട്ടൊരു പാലത്തെ കൂടെയാണ് നമ്മൾ പോയത്. അതിൻ്റെ ഇവിടെ വെള്ളച്ചാട്ടം അല്ല കേട്ടോ, ചെറിയ വെള്ളച്ചാട്ടം എന്ന് പറയാം. ഇവിടെയൊക്കെ നല്ല രസമാണ്. ഞാൻ ക്യാമറയിൽ നോക്കുന്നില്ല, നിലത്ത് നോക്കി നടക്കുന്നത്. ഇവിടെ എല്ലാം പൊട്ടിക്കെ പോയിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷെ സ്ട്രോങ് ആണെന്ന് വിശ്വസിച്ചാണ് നടക്കുന്നത്. കാരണം ആദ്യം പറഞ്ഞല്ലോ, അത് ഗവൺമെൻറ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഒന്നും തന്നിട്ടുള്ള ഒരു സംഭവമല്ല. സമാധാനമായിട്ട് പോയിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ നല്ല വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ്. ഇവിടെ ഒരു സൺസെറ്റ് സൺറൈസ് ഒക്കെ ആ സമയത്ത് നല്ല രസമായിരിക്കും കാണാൻ. ഇവിടെ ഞാൻ നിങ്ങൾ അടിപൊളി ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ എൻ്റെ പൊന്നെ, അത് എത്ര അടിപൊളി ചിത്രശലഭങ്ങളാന്ന് നോക്കിയേ. എന്ത് രസമാണ് നോക്കി കാണാൻ, എന്നെ അടിപൊളിയല്ലേ. ഒയ്യോ, ഇത് ഇവരുടെ കേന്ദ്രം തോന്നുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, എത്ര എണ്ണ നോക്കിയേ. ഒരുപാടുണ്ടല്ലോ. പക്ഷെ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. ഇത് നല്ല അടിപൊളി സ്ഥലമാണല്ലോ. കടൽ തീരൊക്കെ പോയിട്ടല്ലേ. നമ്മളവിടെ ഇറങ്ങാൻ പോയിട്ടോ. കല്ലൊക്കെ നല്ല കിടക്ക് സംഭവങ്ങളാണ് കേട്ടോ, ഒരു രക്ഷയില്ല.
ഇത് ചെറിയ കടൽ തീരം പോലത്തെ ഒരു ഓ ഓ താങ്ങുന്നുണ്ട് കേട്ടോ. ചവിട്ടി ഇച്ചിരി താന്നു പോയി. നൈസാണ്. വാവ്. പോകുന്ന റൂട്ടോടെ കൂട്ടിയാണ് 6 കിലോമീറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൂടെ. കാരണം ഇത് കുറേ ഉണ്ട്. അവിടെയൊക്കെ പാമ്പുവിൻ്റെ ചെറിയ ചെറിയ ബ്രിഡ്ജ് കാണാം. പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്. ഈ പാലത്തെ കൂടെയാണ് അറ്റ് എ ടൈം 4 പേർക്കേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞത്. നമുക്ക് അവിടുന്ന് റിട്ടേൺ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അവന്മാർ ചോദിക്കുന്നുണ്ട് ദൂരം ഉണ്ടോയെന്നൊക്കെ. മുളയൊക്കെ അത്യാവശ്യം പഴയ മുളയാണ്. ബലം കാണുമായിരിക്കും തോന്നുന്നു. ഇത് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, ഈ പാറ വഴി. അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇത്ര കിലോമീറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് മേളിൽ നിന്ന് വെള്ളച്ചാട്ടവും. ഇവിടെ കുറച്ച് സിമെന്റ് ഇട്ടേക്കുന്നത്. ഇവിടുന്ന് വെള്ളം താഴോട്ട് ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേരെല്ലാം വരുന്നുണ്ട്. അറ്റ് ടൈം 4 വരുന്നതുകൊണ്ട് കുറേ പേര് വരുന്നുണ്ടല്ലോ. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? വാക്കിംഗ് നാച്ചുറൽ സ്വിമ്മിങ് പൂൾ, എൻട്രി ഫീസ്. അവിടെ താഴെയാണ് തോന്നുന്നു. വഴി ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ വെള്ളം കലങ്ങി കിടക്കുന്നതുകൊണ്ടായിരിക്കണം. കൊള്ളാം. സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ ഒരു സൈഡിൽ സിമെൻറ്റ് കൂടിയിട്ടുണ്ട്, മറ്റേ സൈഡിലും മുളയാണ്. ഞാൻ എന്താണല്ലോ സിമെൻറ്റിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. അതെന്താണല്ലോ പോയെന്ന് വിശ്വസിക്കുക. അമർനാഥ് ബൈക്കിലുണ്ട്. അപ്പോൾ ഇതിലേയും താഴോട്ട് ഇറങ്ങാൻ തോന്നുന്നു. അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ആ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി. അവിടെ നാച്ചുറൽ സ്വിമ്മിങ് പൂളാ. അവിടെയാന്ന് തോന്നുന്നു. ഇപ്പോൾ കലങ്ങി കിടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാരെ ഇറക്കാത്ത. ഇവിടെ ഒരു പാറയുണ്ട് കേട്ടോ. ആ പാറയുടെ അടിയിൽ കൂടെയാണ് വഴി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കൊള്ളാം. ഒരു സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഇതെല്ലാം ലൈഫിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം. എനിക്ക് ഹൈറ്റ് പേടിയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും താഴോട്ട് നോക്കിയാലേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ താഴോട്ട് നോക്കുന്നില്ല. വീഡിയോ എടുത്തിട്ട് പിന്നെ വീട്ടിൽ പോയി വീഡിയോ കാണാമല്ലോ. അങ്ങനെയല്ല, നമ്മൾ ഡേഞ്ചറസ് ആണെങ്കിലും ഡേഞ്ചറസ് അല്ല, എന്നാലും നമുക്ക് ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ കയറി പോവാം. ഇവിടം വരെ ഒക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ട് കയറ്റമാണ്. പറഞ്ഞ് തിരിച്ചെടുക്കണോ വേണ്ടെന്ന് നോക്കട്ടെ. ഇത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ പൂമാർ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കാരണം ഷൂ ഇട്ടാലേ നമുക്ക് നടക്കുള്ളൂ, അല്ലെങ്കിൽ തെന്നിപ്പോവും. ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി മുള ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നത്. മേളിലോട്ട് പോകും തോറും ഇനി കുത്തനെയുള്ള സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ തന്നെ കുറേ ഉണ്ടെന്ന് കേട്ടോ. ഇത് താഴെ കൊക്കയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് പാറയുടെ സൈഡ് പറ്റിയാണ്, പക്ഷെ താഴോട്ട് പോയി. പഴയ മുളയാണ് കേട്ടോ, ഉണങ്ങി നിൽക്കുന്നത്. ഉണങ്ങിയ മുള ബലം കാണുമോ? മുളയ്ക്ക് നല്ല ബലമാണെന്ന് പറഞ്ഞു, പക്ഷെ എല്ലാം ഉണങ്ങി പഴയതല്ലേ. നമ്മൾ 1 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി 2 കിലോമീറ്റർ ഉണ്ട്. ഇതിവിടെ കൂട്ടിയാണ് കേട്ടോ. ടോട്ടൽ 3 കിലോമീറ്റർ. ഞാൻ വിചാരിച്ച് 3 കിലോമീറ്റർ ഫുള്ളാണ് പാമ്പു ട്രക്കിങ്ങിനാണ്, പക്ഷെ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ 1 കിലോമീറ്ററായി. ഇനി 2 കിലോമീറ്റർ ഉണ്ട്. ഇതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് വെറുക്കും തോന്നുന്നു. ഒരു രക്ഷയില്ല. ഇത് കല്ലുകൊണ്ട് കേട്ടോ ഇവിടെ സ്റ്റെപ്പ്. ഒരു ടൂറിസത്തിന് വേണ്ടി ഇവിടെ എല്ലാം ഇങ്ങനെ കഷ്ടപ്പെടാൻ കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ സേഫ്റ്റി ഒന്നുമില്ല. സേഫ്റ്റി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയാം. ഇതൊരു ഭയങ്കര പാറയുണ്ട് കേട്ടോ ഇവിടെ. മുകളിലോട്ട് നോക്കാൻ പറ്റില്ല, കാരണം കയറ്റം കൂടി.
നടന്ന് ഉപ്പാടിളകി. അത്രയും ദിവസം നടന്ന് ചത്ത്. അമ്മേ, ഇതിനൊരു അവസാനമില്ലേ? സ്റ്റാമിന ഉണ്ട് കേട്ടോ. എല്ലാം നമ്മൾ നടന്നു കയറും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് കാണാം ഒന്ന് ചൊവ്വെത്തിയിരുമ്മേ. എൻ്റെ കൂടെ നമ്മുടെ കൃഷ്ണനുണ്ട്. കൃഷ്ണൻ മേഘാലയ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. പക്ഷേ കൃഷ്ണൻ ഇവരുടെ കൂടെ തന്നെ പാക്കേജിലുണ്ട്. അതായത് ഗൈഡാണ്. പുള്ളിക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഗൈഡായിട്ട് ട്രക്കിങ്ങിലെല്ലാം പോയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ട്രക്ക് ചെയ്തപ്പം പുള്ളി അത്യാവശ്യം ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം എങ്ങനെ ഇങ്ങനെ ആവുമെന്ന്. പക്ഷേ അടിപൊളിയായിട്ട്, അത്ര അടിപൊളിയായിട്ട് ട്രക്കിങ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നതൊക്കെ കിഷൻ കാരണം കേട്ടോ. കിഷൻ കാരണം അത്യാവശ്യം അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റി. ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ മടുത്തിട്ട്, പക്ഷേ സമ്മതിച്ചില്ല. അതേ പൂമ്പാറ്റ. ഇപ്പോൾ പൂമ്പാറ്റ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവിടെ പോയി ഇരിക്കാമെന്ന് കിഷൻ പറഞ്ഞപ്പോൾ വേണം അങ്ങോട്ട് പോവാം. അടിപൊളി വ്യൂ കേട്ടോ. മാക്സിമം 5 പേർക്ക് ഈ പാലത്തെ വഴി പോകാൻ പറ്റുള്ളൂ. കിടുക്കം വ്യൂ കേട്ടോ, രക്ഷയില്ല. സൂപ്പർ വ്യൂ ആണ്. താഴെ ഒരു കിടുക്കം വെള്ളച്ചാട്ടം. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ പിള്ളേർ പറഞ്ഞത് ഇവിടെയാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതായത് ഇവിടുത്തെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞത്. കുമാരിയുടെ കട നടത്തുന്ന പിള്ളേരാട്ടോ. ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ആംബിയൻസ് കേട്ടോ ഇവിടെ ഇരിക്കാൻ കിട്ടും ഒരു സ്ഥലം. നമ്മളെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടെന്ന് കേട്ടോ. അതായത് നമുക്ക് ഇവിടുന്നൊരു 2 കിലോമീറ്റർ ഇങ്ങനത്തെ തന്നെ ട്രക്കിംഗ് ആണ്. കുറച്ചുകൂടെ നിരപ്പായിരുന്ന വിഷയമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ചെറിയ ഒരു ഭയമില്ല. എന്നാലും You wanted to know, okay, how this bridge is supported? മുള ഈ മുള ഇങ്ങനെ കുത്തി വെച്ചേക്കാണ് ഇവിടെ. ഇങ്ങനെ മുള കുത്തി വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കണേ. ട്രക്കിങ് അത് കൊള്ളാട്ടോ. ഇവിടെ കമ്പിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബ്രിഡ്ജാണ്. ഇവിടെ ഇച്ചിരി ആട്ടം ഉണ്ടായിരുന്നു. കൊള്ളാം. ഇവിടെ ഇച്ചിരി പുതിയ മുളയാൻ തോന്നുന്നു. നല്ല കളറൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഒത്തിരി പൂമ്പാറ്റകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ തിരിച്ചിറങ്ങണമല്ലോ ദൈവമേ. സംസാരിക്കാൻ മേല, നിങ്ങൾ വ്യൂ കാണും കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇവിടം കൊണ്ട് കഴിഞ്ഞ് ഇനി കുറച്ച് ഇങ്ങനത്തെ വഴിയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ഥലം നോക്കുക. അതേ കൈതച്ചൊക്കെ. ഇഷ്ടംപോലെ കൈതയുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പൈനാപ്പിൾ ഇവിടെ അടിപൊളിയായിരുന്നു. തുടങ്ങിയപ്പം നമ്മുടെ ആഷിക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരുപാട് കൈതൊക്കെ ഇവിടെ ഉണ്ട്. നടന്ന് മടുത്തിട്ട് പറയുന്നത് തിരിയുന്ന പോലുമില്ല. അടിപൊളി ഒരു വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്ന വായി വരുന്നത് എപ്പോഴും കണ്ട് അടിപൊളി ഒരു പുഴ. ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളച്ചാട്ടമാണ്. അത് കണ്ട് അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഇച്ചിരി മണ്ണിടിഞ്ഞിട്ട് അമ്മമാർ കല്ല് കെട്ടിക്കുന്ന. അപ്പോൾ ഇനി അങ്ങോട്ട് ടാസ്ക് ആണെന്നത് 2 മലയാളി പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ, അതായത് ഫുള്ള് മുളയാണ്. മുളയിലാണ് ഇറക്കവും കാര്യങ്ങളെല്ലാം. ഇത് നടക്കുന്നതിൻ്റെ ഷെയ്ക്കാന്നല്ല, എൻ്റെ കൈ കിടന്ന് പറയുന്നതിൻ്റെ കേട്ടോ. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ഇവിടെ വരെ കുഴപ്പമില്ലായിരുന്നു. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ മുളയിൽ ഇങ്ങനെ കുത്തിറിയിക്കുന്നതുകൊണ്ട് കാണുമ്പോൾ ഒരു പേടി, ചെറിയൊരു ഭയം. ചത്ത് ഇതാടാ തെന്നല്ലേ കേട്ടോ. ഒരു പാറയുടെ മേളിൽ ഇങ്ങനെ വീഡിയോ കണ്ടേ. അത് ഇവിടെ എന്താ കേട്ടോ. മലയാളീസിനെ കണ്ടിട്ട് തട്ടിട്ട് നടക്കാൻ മേല, അതുപോലെ മലയാളീസായി. വാവ്, എൻ്റെ മോനെ, ആ വെള്ള കളർ കണ്ടോടാ. എൻ്റെ മോനെ, നല്ല നീല കളർ വെള്ളം. ഇതാ ടോപ്പ്.
ആ അവിടെയാണ് ടോപ്പ്. ഓ ഇനി അവിടം വരെ പോകണം. ഇല്ല അതാണ് എൻ്റെ മലയാളികൾ തട്ടി നടക്കാൻ മേല. ഇതുണ്ടാ ഇപ്പം നമ്മൾ ഡബിൾ അക്കർ ബ്രിഡ്ജിന് അവിടെ കണ്ടേ. വേറെ അത് രണ്ടോമാരെ കണ്ടായിരുന്നു. എല്ലാവരും മുന്നിൽ പോയോ അതോ നിങ്ങൾ മാത്രമാണ് ബാക്കിൽ? ഓക്കെ നിങ്ങളെ വീഡിയോ കാണിക്കട്ടോ. യൂട്യൂബാ. അഷ്കറിനെ കുറച്ച് മീനൊക്കെ കാണിക്കാം അല്ലേ, കുറച്ച് ഫാൻസൊക്കെ ഉണ്ടായിക്കോട്ടെ. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ. കാലുവിനൊന്നും പറയില്ലേ, അപ്പൊ നിനക്ക് മാർക്കറ്റ് കിട്ടൂല. ആ എന്റെ മോനെ ടാസ്ക് സ്ഥലം ഇത്. ഇത് ചെറിയ ടാസ്ക് അല്ല, പാറയുടെ എട്ടായിക്കൂടെ പോണം. ഈ കമ്പൊന്നും അത്ര സ്ട്രോങ് അല്ല എന്നത് എനിക്ക് തോന്നുന്നു. നീ വീഡിയോ കണ്ടിരുന്നു? അത് ഏത് വീഡിയോ എന്നാ എന്നെ കൂടെ കാണിക്കണ, ഞാൻ കണ്ടില്ല. അയ്യോ എന്റെ പോലെ. അതായത് ഇത് ഇച്ചിരി ടാസ്ക്കാണ്. അതായത് തടിക്ക് വണ്ണമില്ല, ചവിട്ടുമ്പോൾ കിട്ടത്തില്ല, പിന്നെ ഊർന്ന് പോകും താഴെ. ഭയങ്കര ടാസ്ക്കാണ് നടന്നത്. ചെറിയ കമ്പാണ്. കിഷൻ പോയി, നമുക്ക് കിഷൻ്റെ ബാക്കിൽ പോയാൽ കറക്റ്റ് ഒരു ധൈര്യമുള്ളൂ. എങ്ങനെ പോയാൽ പിടിക്കണ്ടേ. അപ്പോൾ ഇനി കുറച്ച് ഇങ്ങനത്തെ വഴിയോടെ കുറേ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. ഒരു കഴിഞ്ഞ് കഴിയുമ്പം നല്ല വെറൈറ്റി എക്സ്പീരിയൻസ് എന്ന് പറയാം. നടക്കുമ്പോൾ എങ്ങനെയാലും കഴിഞ്ഞാൽ മതി എന്ന് തോന്നുള്ളൂ. പക്ഷേ അടിപൊളി കേട്ടോ, ഭയങ്കര രസമായി. ഇത്ര അടിപൊളി സ്ഥലങ്ങളൊക്കെ എത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം എന്ത് ഭയം ഉണ്ടെങ്കിലും പേടിയുണ്ടെങ്കിലും, എനിക്ക് ഹൈറ്റ് ഇച്ചിരി പേടിയുള്ളൂ, പക്ഷേ പേടിയുണ്ടെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുമെന്നുള്ള സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ ഗൈസ്. മടുത്ത് ചത്ത് ഗൈസ്. അതായത് നല്ല അടിപൊളി സ്ഥലമാണ്, പക്ഷേ ഇച്ചിരി ടാസ്ക്കാണ്. എല്ലായിടത്തും നടന്ന് പോകാനാണ്, അതാണ് അതിൻ്റെ ഒരു ടാസ്ക്. ഇതുണ്ടോ ഇവിടെ സിമെൻ്റ് ഇട്ടിട്ട് പാലത്തിന് വേണ്ടിയാന്ന് തോന്നുന്നു, അങ്ങോട്ട് വ്യൂ പോയിന്റ് കാണുമെന്ന് തോന്നുന്നു, അതിനു വേണ്ടിയാ. പക്ഷെ ഇപ്പം പണി നടക്കുന്നേ ഉള്ളൂ. ഓക്കെ കേട്ടോ, ഇതാണ് എൻഡ് പോയിന്റ് കേട്ടോ. എവിടെയാണ് നമുക്ക് പോകേണ്ടത്? കുറച്ചുകൂടെ പോയാൽ മതി. വെക്കേഷൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുള്ളൂ. മുന്നിൽ ബൈക്കിലൊരു ബൈക്കിലാണ്. എൻ്റെ മോനെ ഇത് ഇച്ചിരി ടാസ്ക് റൂട്ടാണ്. ഇത് കുത്തനെയാണ്, അതാണ് ഒരു പ്രശ്നം. ഇവന്മാർക്ക് പടി പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ അത്ര പ്രശ്നമില്ലായിരുന്നു. ഇതൊരുമാതിരി കുത്തനെ ആയതുകൊണ്ട് സൈഡിലും പിടിച്ച് പയ്യെ വേണം ഇറങ്ങാൻ. എനിക്കാണ് ട്രൈപോഡ് ഉള്ളതുകൊണ്ട് ഇച്ചിരി ടാസ്ക്കാണ്. ഇതാണ് സ്ഥലം. നല്ല അടിപൊളി കേട്ടോ. അതായത് ഇവിടെ വെള്ളമൊക്കെ ഉണ്ടോ കുടിക്കാൻ. മലയിൽ മുകളിൽ കണ്ടോ, നല്ല വെള്ളം തോന്നുന്നു. പൈപ്പ് തുരുമ്പായതുകൊണ്ടാണ് പക്ഷെ കുടിക്കാത്തതിന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. എന്താ കിഷ വാട്ടാപ്പൻ ക്ലിയർ ആണോ നോക്കിയിട്ടാണ് കുടിക്കുന്നത്. ക്ലിയർ എല്ലാം തോന്നുന്നു. നോട്ട് ക്ലിയർ. അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കാണ് അപ്പുറത്തോട്ട് കയറി പോകാൻ. അത് കിഷൻ കുടിക്കാത്തത് പൊടിയുണ്ടെന്ന് പറയുന്നത്. ചിലതിൽ ചെറിയ പൊടി ഉണ്ടെങ്കിൽ പോലും ഇവർ കുടിക്കൂലെന്ന് തോന്നുന്നു. നമ്മളൊക്കെ കിണറ്റിന് പോരുന്നതിനകത്ത് കരടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കൂലേ. പക്ഷേ പുള്ളി കരടുള്ളതുകൊണ്ടാണ് കുടിക്കാറ്. പക്ഷേ കുടിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ. ഞാൻ കുടിക്കാത്തതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല, വെറുതെ. ഇത് വെള്ളച്ചാട്ടം. ഈ പാലത്തിൽ 5 വരെ പോകാൻ പറ്റുള്ളൂ. ഇതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുള കുത്തിച്ചിട്ടുണ്ട്, അതിലാണ് നിൽക്കുന്നത്. കിഷനാണെങ്കിൽ ആടി ഓടുള്ളൂ ബാക്കിയുള്ളതിനെ കൂടെ പേടിപ്പിക്കാനായിട്ട്. എൻ്റെ ദൈവമേ, ഇതിന് രണ്ടിയില്ലേ. ഇവിടെ കുത്തനെയാണ് കേട്ടോ. ഇത് ഞാൻ എന്താണ് മേളിൽ ചെന്നിട്ട് എടുക്കാം.
ഇത് വീഡിയോ എടുത്തോണ്ട് എനിക്ക് കയറാൻ ഇച്ചിരി പാടാ. ഇതാണ് ടാസ്ക്കാണ്, നോക്കി വരണം. ഇവിടെ പിന്നെ നിരപ്പാണ്, കമ്പി വളച്ചിട്ട് അതിലാണ് അടിച്ചിര സപ്പോർട്ട്. ഇതുകൊണ്ടോ ഇതൊക്കെ കുശിത്തിരിക്കുകയാണ് എൻ്റെ അമ്മ. ഇത് വേറെ പാലം പണിയുന്ന കേട്ടോ, അപ്പുറം ഇങ്ങോട്ട്. അത്യാവശ്യം നമ്മൾ മുമ്പേ കണ്ടില്ലേ, അതിലവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി നോക്കും. അപ്പോൾ ആ മുളയുടെ ഒരു ഇത് പോകുന്ന എക്സ്പെൻസ് മാറുമല്ലോ. ഇത് പൈപ്പ് വെച്ചിട്ടൊരു പ്രത്യേക രീതിയിൽ ആണ് അവർ ചെയ്തേക്കുന്നത്. ഇവിടെ ഇതൊക്കെ പോകാറ്, ഇതൊക്കെ ആണി അടിച്ച് വെച്ചേക്കുന്ന ചില ഉണ്ടോ കമ്പലൊക്കെ. അതായത് ഇവിടെ എല്ലാം ഇച്ചിരി അടിപൊളിയാക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ആ സമയത്ത് കിട്ടൂല. മുളയിൽ നിന്ന് മാറി ഒരു സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആക്കൂലേ. സെയിം ടാസ്ക് തന്നെ അല്ലല്ലോ. എവിടെയാണ് ആള്? ട്രിവാൻഡ്രം. എല്ലാവരും പല ഡെസ്റ്റിനേഷൻ, സ്ട്രേഞ്ചേഴ്സിൻ്റെ ഗ്രൂപ്പാണ്. ഓക്കെ. എൻ്റെ മോനെ, ഇതാണല്ലേ ടാസ്ക്. Guys, try to not stop in such point, okay? Try not to stop in this. എന്നാ കളറല്ലേ, കറക്റ്റ് ക്ലിയർ വെള്ളം, നല്ല രസമാണ്. അങ്ങനെ അവൻ പുള്ളി പറഞ്ഞ പോലെ മുള പൊട്ടി താഴ്ട്ട് പോയാലേ പോകാൻ പറ്റുള്ളൂ. പോയേക്കാ. ടാസ്ക് സ്ഥലം കൃഷ്ണങ്ങ് മേളിച്ചെന്ന്. ആ കയറുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൂല, ടാസ്കാ. ഇത് ഒരു രക്ഷയില്ല, സ്ഥലം അടിപൊളിയാണ്, പക്ഷേ ടാസ്ക്കാണ് അല്ലേ. രണ്ട് പാറ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൻ്റെ ഇവിടെയാണ് ഈ സംഭവങ്ങൾ കണ്ടോ. ഇത് എങ്ങനെ കയറി പോകുമ്പോ കയറാനാണ് ടാസ്ക്. ഇറക്കം പിന്നെ വലിയ സീനില്ല. ആ വെള്ളം ഇച്ചിരി ക്ലിയർ ആയിട്ട് കാണാം. എന്നാ പച്ച കളറല്ലേ. കയറാം, കയറി. എൻ്റെ ഒപ്പം എന്നടാ ടാസ്ക്. അടിപൊളി സ്ഥലമാണ്. പുതിയ പാലം വരാൻ തോന്നുട്ടോ അവിടെ. അതുണ്ടോ അവിടെ ഒരു ബ്രിഡ്ജ്. ഓൾമോസ്റ്റ് എത്തി. ആ വെള്ളം നല്ല ക്ലിയർ ആണെന്നറിയാം. മേളിൽ ചെന്നിട്ട് കാണിക്കാം. ഇവിടുന്ന് കാണിക്കാൻ പറ്റൂല. താഴോട്ട് ഇച്ചിരി അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ മേളിൽ നിന്ന്. ഇത് ടാസ്ക് കമ്പ് തന്നെ. ഇവിടെ പിന്നെ പാറ ചോട്ടിക്കറ. റീച്ച് നമ്മുടെ ടോപ്പിൽ നോക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാം. ഇവിടെയൊക്കെ കുളിക്കാൻ പറ്റുന്ന തന്നെ രസം. നോക്കി, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ മോനെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കാന്നുള്ളോ. നാട്ടിലാ വെള്ളം കാണാം. ഒരു രക്ഷയില്ല. എല്ലാം മാരക വ്യൂ ആണ്. ഇവിടെ എങ്ങനെ നോക്കിയാലും എങ്ങനെ വീഡിയോ എടുക്കണം എന്നറിയാൻ മേലാത്തൊരു സെറ്റപ്പാണ്. ഇവിടെ ചൂട് ഇതുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇവിടെ നല്ല കിട്ടുമായിട്ട് കാണാം. ഈ പാറയുടെ ഇടയ്ക്കൂടെ വരുന്നൊരു വെള്ളച്ചാട്ടം. അത് വെള്ളച്ചാട്ടം. ഇതാണ് എൻ്റെ പോയിന്റ് അല്ലേ.
നമ്മൾ റിട്ടേൺ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ പിള്ളേരെല്ലാം മേളിൽ നിന്ന് റിട്ടേൺ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വീഡിയോ ഓഫാക്കി കേട്ടോ, കാരണം ഫോൺ പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. കയറുന്നതല്ല, ഇറങ്ങാൻ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഇതുണ്ടോ, തിരിച്ചു പോക്ക് വലിയ സീനില്ലെന്ന് തോന്നുന്നു അല്ലേ? അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയ അവിടെ മാത്രം ഒരു കുത്തനെയുള്ളിടത്ത് മാത്രം ഒരു ചെറിയ ടാസ്ക് വന്നിട്ടുള്ളൂ. അമ്മമാർ വരുന്നേ ഉള്ളൂ. ഞാനപ്പം തിരിച്ച് കയറും. അതായത് അവിടെ ഒരു നദിക്കരുണ്ട്, അവിടെ പോയി ഇരിക്കാമെന്ന് വെച്ചുകൊണ്ട് എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്ന് വൈബ് പിടിക്കാമെന്ന് വെച്ചാൽ എല്ലാവരും വരുന്നുള്ളൂ. ഞങ്ങൾ അരമണിക്കൂർ മേളിയിരുന്നു, എന്നിട്ട് തിരിച്ച് പോകാം. കാരണം നിങ്ങളെ സെയിം വഴി തന്നെ തിരിച്ച് റിട്ടേൺ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് ഫുൾ എടുക്കാത്ത കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ നദിക്കരയിലെ വീഡിയോ കാര്യം കാണിക്കാം. അവിടെ നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേണോ നല്ല കിടുക്കൻ ഒരു സ്ഥലത്തിരുന്നിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് കയറി പോകാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നാളെ ലാസ്റ്റ് ഡേ ആണ് മേഘാലയയുടെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.